അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ കളിക്കണമെന്ന്. കാരണം വർഷങ്ങളായിട്ട് അച്ഛൻ ഡാൻസ് കളിക്കാറില്ല. അച്ഛൻ പണ്ട് കളിക്കുമായിരുന്നു, ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അച്ഛൻ ഒരു 10-18 വർഷത്തോളമായി ഇപ്പോൾ കളിക്കാണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് കളിക്കണമെന്ന് ഞാനും അച്ഛനും അനിയത്തിയും കൂടി കളിക്കണം ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛനെ പെട്ടെന്ന് കയറ്റിയതാണ്. ഒരു മാസത്തോളമായി ഞാനും എൻ്റെ ഫ്രണ്ട്സും കസിൻസും കൂടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ തലേ ദിവസം പറയണേ ഇങ്ങനെ ഒരു പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അച്ഛനൊക്കെ വേണ്ടിയിട്ട്, അച്ഛൻ കയറി കളിക്കുന്നത്. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ കയറിയതാണ്. അതിലൊരു മെയിൻ സ്റ്റെപ്പ് അച്ഛൻ പണ്ട് കളിച്ചിട്ടുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. അതും അച്ഛൻ കളിച്ചു അവിടെ. അതുകൊണ്ട് എല്ലാതും ഇങ്ങനെ ഇതായിട്ട് പോയി വൈറലാവുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനിയത്തിയാണ് ഈ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അച്ഛൻ്റെയും മക്കളുടെയും ഡാൻസ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര അഭിപ്രായമാണ്. ഫാമിലിക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. പിന്നെ ഇവർ അവിടെ റിസപ്ഷന് വന്നിട്ട് അവിടുന്ന് കളിച്ചപ്പോൾ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിന്. ഇവർ അവിടെ വന്ന് അച്ഛൻ്റെ ഡാൻസ് കണ്ടപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയങ്കര സംഭവമായി. ഇത് അച്ഛൻ്റെ ചെറുപ്പം കണ്ടപ്പോൾ ഇതാണ് അച്ഛൻ എന്നുള്ള സംശയം എല്ലാവർക്കും. അച്ഛൻ പണ്ടൊക്കെ പ്രഭുദേവയുടെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഡാൻസാണ് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത്. അച്ഛനിപ്പോൾ പറയണത് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ കളിച്ചതിൽ ഞങ്ങൾക്ക് അറിയാവുന്നത് സ്റ്റെപ്പ് അച്ഛൻ കളിച്ചതിൽ ഓർമ്മയുള്ളത് ഈ പാട്ട് മാത്രമാണ്. ഞങ്ങൾ മുക്കാല അച്ഛനത് ഇഷ്ടമാണ് പ്രഭുദേവൻ്റെ ഈ പാട്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ പാട്ടൊന്ന് ആഡ് ചെയ്ത് വെച്ചു. അച്ഛൻ കളിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്നാലും ആഡ് ചെയ്ത് വെച്ചു. അച്ഛൻ കയറിയാലോ അങ്ങനെ ഒരു ഹോപ്പിൽ ആഡ് ചെയ്തു. ആ നേരത്തെ അച്ഛനോട് തലേ ദിവസമാണ് പറഞ്ഞത് അച്ഛനടുത്ത് ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി കളിക്കണം, ഞങ്ങൾ ഇഷ്ടത്തിനുള്ള സ്റ്റെപ്പ് കളിച്ചോളാം. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് കളിച്ചോ, ഞാൻ എൻ്റെ സ്റ്റെപ്പ് കളിച്ചോളാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് കളിച്ചത്. പക്ഷെ കളിച്ചു വന്നപ്പോൾ അത് ഏകദേശം ഞങ്ങൾ എല്ലാവരും സ്റ്റെപ്പ് സിങ്കായി വന്നു. മക്കളെ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കളിക്കാൻ ആഗ്രഹം ഇല്ല. എനിക്ക് അതിൽ മക്കൾ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെ ഭാഗമായിട്ട്, അച്ഛൻ അന്ന് കയറിയാൽ മതി, ഇന്ന് നോക്കണ്ട. അന്ന് ഞങ്ങളെ സ്റ്റേജ് പോലെ മാത്രം. ഞാനൊരു 18 കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി. ഞാൻ ഡാൻസ് കയറിയിരുന്നു, ഡാൻസ് കളിച്ചിരുന്ന ആളാണ്, ഡാൻസ് മാസ്റ്റർ ആയിരുന്നു, നല്ലോണം ഡാൻസ് കളിച്ചിരുന്ന ആളാണ്, പല ടീമുകളിലും കളിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളിൽ വന്ന കാരണം ഞാൻ ഡാൻസൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ചെറുതല്ല, ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പറ്റി. അപ്പോൾ ഡാൻസൊക്കെ വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ്. 18 കൊല്ലമായി. എന്നിട്ട് 18 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പാതിയായിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത്. മക്കൾ പറയുന്നത് കളിക്കണം, ഇനി കളിക്കണം, അച്ഛൻ കളിക്കി എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. മക്കൾ മാത്രമല്ല പല ആൾക്കാരും ലാലു നീ കളിക്കാൻ പറയുന്നത്, നീ കളിച്ച് നിൽക്ക്, എത്രത്തോളം എത്തിക്കോട്ടെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാം ഞാൻ നിൽക്കുന്നുണ്ട്. മക്കളെ സന്തോഷം ഞാൻ നിന്നാണ്. കാര്യം നമ്മളൊരു വലങ്കൈ, എൻ്റെ വലങ്കൈൻ്റെ ഒരു മോള്, അതിന് വലങ്കൈ പോയ കാരണം ഒരു ചെറിയ ടെൻഷനുകൾ വിഷമങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വന്നപ്പോൾ അവർക്കും വിഷമം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ കളി അങ്ങനെ വൈറലായി എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക്. എന്നാലും എൻ്റെ മക്കൾ പറഞ്ഞിട്ട് ഞാൻ കളിച്ചില്ല എന്നുള്ളത് അവർക്ക് ടെൻഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവരെ കൂടെ ഒന്ന് കളിച്ചെന്നുള്ളൂ. ആർക്കും അറിയില്ല, അത് അവർ പറയുന്നത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും അച്ഛൻ്റെ ഡാൻസ് കണ്ടപ്പോൾ എല്ലാവരും കയ്യടിക്കുക, എല്ലാവർക്കും സന്തോഷമായി. കാരണം അച്ഛൻ്റെ ഡാൻസ് വീണ്ടും കാണാൻ പറ്റിയതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വീട്ടുകാർക്ക് അച്ഛൻ്റെ ചേച്ചിമാർ, വലിയമാര്, ചേട്ടന്മാരും ഒക്കെ ഭയങ്കര സന്തോഷമായി. അമ്മ അടക്കം വലിയ സന്തോഷമായി. എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ആ വർക്കിലായിരുന്നു. അതിൽ അടിയിൽ നമ്മളെ ആൾക്കാരുണ്ട്, കല്യാണത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഭക്ഷണശാലയിലൊക്കെ ഞാനായിരുന്നു. അപ്പോൾ വർക്കിങ്ങിലായിരുന്നു. അപ്പോൾ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ അവർ പറഞ്ഞിട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ പിള്ളേർ പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഓടി ചെന്ന് അവിടെ നിന്ന് കയറിയതിനും അവർ ഡാൻസ് തുടങ്ങാനുള്ള സെറ്റപ്പായി. അപ്പോൾ ഞാനും കയറി അതിന് കളിച്ചെന്നുള്ളൂ. അല്ലാണ്ട് യാതൊരു ഇതൊന്നും ഇല്ല. ആ നേരത്തെ കളിക്കണമെന്ന് മക്കളെ കൂടെ കളിക്കുന്ന ഒരു ആഗ്രഹം, അന്ന് കളിച്ചു പോയി.